ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ ഐ സ്പീറ്റ് ഓൺ യുവർ ഗ്രേവ് എന്ന ഒരു അടിപൊളി മൂവിയാണ്. 5 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. തിരിച്ച് അവൾ അവന്മാർക്കിട്ട് 8-ല്ല 16 പണി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വാ ഡയറക്റ്റ് മൂവിയിലോട്ട് ഇറക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ നായികയെ കാണിക്കേണ്ടത്. അവളൊരു കഥ എഴുതുന്ന വ്യക്തിയാണ്. എല്ലായ്പ്പോഴും സ്വന്തം വീട്ടിലിരുന്ന കഥ എഴുതാറ്. എന്നാൽ ഈ പ്രാവശ്യം അവളൊന്ന് മാറ്റിപ്പിടിക്കും. അടുത്തൊരു ഗ്രാമത്തിലെ കാടിൻ്റെ അവിടെയുള്ള വീടാണ്. അതൊരു ഏജന്റ് വഴിയാണ് സെറ്റാക്കിയത്. ഇപ്പോൾ അവൾ അവിടെ പോകുന്നതിന് മുമ്പ് ഏജന്റിനെ കണ്ട് കറക്റ്റ് വഴിയൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് അവിടേക്ക് ചെല്ലും. ആ ഏജന്റ് അതൊരു വയസ്സായ മുത്തശ്ശനാണ്. അയാൾ ഉൾക്ക് വഴി പറഞ്ഞു കൊടുക്കും. എന്നാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹീറോയിന് മുത്തശ്ശൻ പറഞ്ഞ വഴി അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകില്ല. എന്നിരുന്നാലും ഓക്കെ ബായും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി. പ്ലസ് ആ അഡ്രസ്സും അവിടെയുള്ളവരോട് ചോദിക്കാമെന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ പെട്രോൾ പമ്പിലെത്തി. അവിടെ 3 പയ്യന്മാർ ഇരിപ്പുണ്ട്. അതിലൊരുത്തൻ പെട്രോൾ അടിക്കുമ്പോൾ അവനോട് ആ അഡ്രസ്സ് അവൾ കേൾക്കും. അവനും വഴി പറഞ്ഞു കൊടുക്കും. അതേ നേരം അവിടെ ഇരിക്കുന്ന ബാക്കി 2 ഇവളെ അടിമുടി വീക്ഷിച്ചുകൊണ്ടിരിക്കാം. ഇവളും എന്തവന്മാർ ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് വണ്ടിയെടുത്ത് അവൻ പറഞ്ഞ അതേ വഴിയിലൂടെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചേരും. വീട് കണ്ട മാത്രമേ ഹീറോയിന് ഒത്തിരി ഇഷ്ടമാകും. അവൾ ചെന്ന ഉടനെ അവളുടെ എല്ലാ സാധനങ്ങളും എടുത്ത് അടുക്കി പെറുക്കി വെക്കും. സമയം സന്ധ്യയായി. നല്ല ജോളിയായിട്ട് വെള്ളമടിച്ച് ലവറിനോട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കും അവള്. അതേസമയം ഇവള് താമസിക്കുന്ന വീടിന്റെ സൈഡിൽ മറ്റൊരു കുഞ്ഞു കുടിലുണ്ട്. ആ കുടിലിന്റെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം അവൾ കേൾക്കും. വേഗം അവള് കോള് കട്ടാക്കി അതിന്റെ ഉള്ളിൽ പോയി ചെന്ന് നോക്കിയാൽ അവിടെ നിറയെ ടൂൾസും പിന്നെ പോയിസൺ ബോട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം നോക്കിയതിനു ശേഷം തിരിച്ച് വീണ്ടും അവൾ അവിടെ പോയിരിക്കും. അതേ നേരം അവിടെ വച്ചിരുന്ന ബോട്ടിൽ തട്ടി അത് മുഴുവൻ അവളുടെ ദേഹത്ത് വീഴും. വേഗം അവളുടെ ഡ്രസ്സെല്ലാം ഊരി വാഷ് ചെയ്യുമ്പോൾ ആരോ വീടിന്റെ പുറത്ത് നിന്ന് ഇവളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിറ്റേന്ന കാലത്ത് അവൾ കാട്ടിലൂടെ ജോഗിങ്ങിന് പോകുക. ഈ സമയം ആരോ അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യും. ഒരു നിമിഷം അവിടെ നിന്ന് അവൾ ചുറ്റും വാച്ച് ചെയ്യും. അപ്പോഴാണ് മറ്റൊരു പഴയ വീട് കാണുന്നത്. പഴയ വീടെന്ന് വെച്ചാൽ പഴയ ഉപയോഗശൂന്യമായ വീട്. ഇവളും ജസ്റ്റ് ആ വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കും. വർഷങ്ങളായി ആരും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ലെന്ന് വീട് കണ്ടാലേ അറിയാം. തിരിച്ച് വീട്ടിലെത്തിയ ഹീറോയിൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് ഓപ്പൺ ചെയ്താൽ അഴുക്ക് വെള്ളം വരുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മളാള് ഏജന്റിനെ കോൾ ചെയ്ത് കാര്യം പറയും. കൂടാതെ എത്രയും പെട്ടെന്ന് ഒരു പ്ലംബറെ പറഞ്ഞയക്കെന്നും പറഞ്ഞ് അവിടെ എഴുന്നേൽക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് സ്ലിപ്പായി ക്ലോസറ്റിൽ വീണു. ഇതോടെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോൾ അവിടേക്ക് ഏജന്റ് പറഞ്ഞു വിട്ട ഒരു പ്ലംബർ വന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും. അവൻ കുറച്ച് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും അവൻ സംഭവം ശരിയാക്കി കൊടുത്തു. അവളും ആ സന്തോഷത്തിൽ അവനൊരു കിസ് കൊടുക്കും. എന്നാൽ അവൻ്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അവൻ അവിടുന്ന് വേഗം സ്ഥലം വിടും. ഇപ്പുറത്ത് പെട്രോൾ പമ്പിലുണ്ടായിരുന്ന 3 ചെക്കന്മാരില്ലേ, അവർ ഈ കാടിൻ്റെ അവിടെയുള്ള തടാകത്തിലെ മീൻ പിടിച്ച് അതിനടിച്ചടിച്ച് രസിക്കുക. കൂടാതെ അതിലൊരുത്തൻ അത് വീഡിയോ എടുത്ത് ആസ്വദിക്കുന്നു. ഏത് ലെവല് സൈക്കോകളാണ് ഇവരെന്ന് നോക്കി വെച്ചോ. ഇതേ ടൈം അവിടേക്ക് പ്ലംബർ പയ്യൻ വരും. ഇപ്പോൾ അവനെയും നമ്മുടെ നായികയും വെച്ച് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുക അതിലൊരുത്തൻ. ഇപ്പം മറ്റൊരുത്തൻ, അതായത് ആ വീഡിയോഗ്രാഫർ ചെറുക്കൻ, ഡാ നീ പറയുന്നത് ഇവളെ പറ്റിയാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. അതായത് നമ്മുടെ ഹീറോയിൻ അവൾ ഡ്രസ്സൊക്കെ ഊരി വാഷ് ചെയ്യുന്ന വീഡിയോ. അത് ഇവനാണ് എടുത്തതെന്ന് ഇപ്പം മനസ്സിലായില്ലേ. അത് കണ്ടതും ഇവന്മാരുടെ മനസ്സൊക്കെ മാറും. 3 പേരും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് നൈറ്റ് ഹീറോയിൻ കഥയൊക്കെ എഴുതിയത് അവസാനിപ്പിച്ച് കിടക്കുന്നതിന് മുമ്പ് ഒരു സിഗരറ്റ് വലിക്കും. അത് വെറൊരു സിഗരറ്റ് അല്ല, കഞ്ചാവ് പോലത്തെ എന്തോന്ന് ഫിൽ ചെയ്ത സിഗരറ്റാ. അതും വലിച്ച് മയങ്ങി കിടക്കവള്. ഇന്നേരം ഒരു ശബ്ദം കേൾക്കും. ഉടനെ അവളെ എഴുന്നേറ്റ് അവിടെ മുഴുവൻ നോക്കും. പക്ഷെ ഒന്നും കാണില്ല. ശേഷം പുറത്തിറങ്ങി നോക്കിയാൽ അവിടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു കുരുവി ചത്ത് കിടപ്പുണ്ട്. അത് കണ്ട് അവൾക്ക് എന്തോ ഒരു പന്തിക്കേട് തോന്നും. വേഗം അവൾ അകത്ത് കയറിയാൽ അവളുടെ ലാപ്ടോപ്പിൽ ആ ചെക്കന്മാരുടെ പിക്ക്. ഇത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുക നമ്മുടെ നായിക. അതേ നേരം അവന്മാർ 3 വശത്തു നിന്നായി വീടിനകത്തേക്ക് എൻട്രി അടിക്കും. അവർ വരുന്ന കൂട്ടത്തിൽ ആ പ്ലംബർ പയ്യനും കൂട്ടിയ വരവ്. ഇവരെല്ലാവരെയും കണ്ട് അവൾ പേടിച്ച് നിൽക്കുക. ഇനിയാണ് ശരിക്കും സിനിമ തുടങ്ങുന്നത്. ഇപ്പോൾ അവരുടെ കൂടെ വന്ന പ്ലംബർ ചെറുക്കനില്ലേ, അവനോട് അവളെ കിസ് അടിക്കാൻ പറയും. ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൽ ആ മൊട്ടത്തലയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പട്ടച്ചാരായും കൊടുത്ത് അത് മുഴുവൻ ഒറ്റ വലിക്ക് അവളോട് കുടിക്കാൻ പറയും. അത് കുടിച്ച് തീർത്തതും ഇവൾ പെട്രോൾ പമ്പിൽ വന്നപ്പോൾ അവനെ നോക്കി ചിരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ പല്ല് കാണിച്ച് ചിരിക്കടിയെന്നും പറഞ്ഞ് അവളുടെ വായ വലിച്ചു കീറും. ശേഷം അവൻ്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് അവളുടെ വായിൽ വെച്ച് തെറ്റായ കാര്യം ചെയ്യാൻ പറയും. അടുത്തത് ഹൈറ്റിലുള്ള ചെറുക്കൻ്റെ കൂടെ അവനൊരു ബോട്ടിൽ കൊണ്ടുവന്ന് അവളുടെ വായിൽ കുത്തിക്കയറ്റി
മൊട്ടത്തലയും ഗണ്ണ് വെച്ച് ചെയ്യാൻ പറഞ്ഞ അതേ കാര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ വീഡിയോഗ്രാഫർ ചെറുക്കൻ ഇതെല്ലാം വീഡിയോ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സമയം അവൾ ബോട്ടിലെടുത്ത് അവന്റെ കാല് നോക്കി ഒന്ന് കൊടുത്തു. ശേഷം കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് മൊട്ടത്തലേന്റെ കണ്ണിലടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കാട്ടിലൂടെ എവിടെ പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് ഓടി വരിക. പേടിച്ച് ഓടി വരുമ്പോൾ ആരുടെയോ ദേഹത്ത് തട്ടി വീഴും. ആരാതെന്ന് നോക്കിയാൽ ഒരു പോലീസുകാരൻ. അവന്റെ പിന്നാലെ ആ ഏജന്റ് ഉണ്ട്. എന്തു പറ്റി, എന്തിനാ കരയുന്നേ, എന്താ ഉണ്ടായേ, നീ ധൈര്യമായിട്ട് പറയേ, ഞാൻ പോലീസാണെന്ന് പറഞ്ഞ് അയാളുടെ യൂണിഫോം കാണിച്ചു കൊടുക്കും. ഈ നേരം അവൾ കാര്യം പറയും. ഉടനെ പോലീസുകാരനും ഏജന്റും അവളെയും കൂട്ടി അയാളുടെ കാറിൽ ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കും. അവിടെ പൊട്ടിക്കിടക്കുന്ന ചില്ലിന്റെ കഷ്ണങ്ങളുണ്ട്. കൂടാതെ അയാൾ അവിടെ മൊത്തം പരിശോധിച്ചപ്പോൾ ഇവൾ നേരത്തെ അടിച്ച സിഗരറ്റിന്റെ ബാക്കി ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇത് കണ്ടതും അയാൾ അവളെ ചോദ്യം ചെയ്യും. അവൾക്ക് എന്ത് പറയണം ഏത് പറയണം എന്നറിയാതെ പകച്ചു നിൽക്കുക. ഇത് മാത്രമേ ഉള്ളൂ, അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ, നിന്നെ എന്തായാലും ഫുൾ ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞ് അയാൾ അവളെ പരിശോധിക്കാവുന്ന പേരിൽ അവളുടെ അവിടെയും ഇവിടെയൊക്കെ തൊടും. എടാ വൃത്തികെട്ടവനെ, അവന്മാരെയൊക്കെ വലിയ പിശാചാണല്ലോ നീ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു നിൽക്കുമ്പോഴേക്കും അവരുടെ ഗ്യാങ് തിരിച്ച് വീണ്ടും അവിടേക്ക് വരും. ഇതുവരെ നടന്നതൊന്നും ഒന്നുമല്ല. ഇപ്പോൾ അവളെ അട്ടിച്ചടിച്ച് അവളുടെ വായെല്ലാം പൊട്ടി വരും. നെക്സ്റ്റ് അവളുടെ കൈയെല്ലാം കെട്ടിവെച്ച് വസ്ത്രമെല്ലാം ഊരി ഓരോരുത്തരായി അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യും. അതിലേറ്റവും മോശം ആ പോലീസുകാരനാണ്. അയാൾ അവളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. അവളെ വിട് എന്ന് പറഞ്ഞ കാര്യം, പക്ഷെ ആരും അത് കേൾക്കില്ല. ആ പ്ലംബർ പയ്യനുണ്ടല്ലോ, അവന് അത്രയ്ക്കൊന്നും അവളെ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷെ അവർ ഫോഴ്സ് ചെയ്യുന്നതിനാലാണ് അവനും അവളെ ഉപദ്രവിക്കുന്നത്. പിന്നെയും അവൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കാട്ടിലൂടെ നടന്നു വരുമ്പോൾ ഇവളേക്കാൾ മുൻപ് അവന്മാരവിടെ എത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ വീണ്ടും എല്ലാവരും അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് അവിടെയുള്ള മോശം വെള്ളം കുടിപ്പിക്കും. മുഖം അതിൽ മുക്കിയെടുക്കും. ശേഷം ബാക്കിയുള്ള അവളുടെ വസ്ത്രം കൂടി ഊരി വിവസ്ത്രയാക്കി കാട്ടിലൂടെ നടത്തിക്കും. നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ച ഭാരത്തോടെ അവൾ ആ കാട്ടിലൂടെ നടന്നു നീങ്ങി. ഇപ്പോൾ നടന്ന് അവിടെ ഒരു പാലമുണ്ട്. അതിൻ്റെ അവിടെ എത്തി നിൽക്കുക അവള്. തൊട്ടു പുറകിൽ അവന്മാരുണ്ട്. ഇവൾ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ നമുക്ക് പണിയാകുമെന്ന് പറഞ്ഞ് പോലീസുകാരൻ അവളെ വെടിവെക്കാൻ വരുമ്പോഴേക്കും അവൾ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി. ഉടനെ ഇവർ ഓടി വന്ന് അവൾ ചാടിയ ഭാഗം നോക്കി പട്ടേന്ന് വെടിവെക്കും. ഇതോടെ അവളുടെ കഥ അവർ തീർക്കും. അതൊന്നും പോരാതെ പുഴയിലിറങ്ങി അവളുടെ ബോഡി തപ്പും. പക്ഷെ വെള്ളത്തിന്റെ ഒഴുക്ക് കൊണ്ട് ബോഡി കിട്ടില്ല. ശരി, ബോഡി കരയ്ക്കടിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ച് അവളുടെ വീട്ടിൽ പോയി അവളുടെ എല്ലാ തിങ്സും എടുത്തു കൊണ്ടുവന്ന് കത്തിക്കും. ഇപ്പോൾ വീഡിയോക്കാരനോട് ക്യാമറ തരാൻ പറയും. അതും കൂടിയും കത്തിക്കാനായിട്ട്. വേണ്ടടാ, അത് ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പോലീസുകാരൻ നേരെ പോയത് നമ്മുടെ ഏജന്റിന്റെ അടുത്തോട്ടാ. ഹീറോയിൻ അവിടെ വന്നതും പോയതും എല്ലാം ഇയാൾക്കറിയാലോ. അതുകൊണ്ട് അയാളുടെ വാ അടയ്ക്കാൻ നമ്മുടെ ഹീറോയിന്റെ കാറിന്റെ കീ അയാൾക്ക് കൊടുക്കും. ഇവിടെ മനസ്സ് ശരിയില്ലാത്ത നമ്മുടെ പ്ലംബർ ചെറുക്കനുണ്ടല്ലോ, അവൻ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് പേടിച്ചിരിക്കാം. അങ്ങനെ ആ കാട്ടിൽ തനിയിരിക്കുമ്പോൾ അവന് നേരെ എതിരെ ഹീറോയിന്റെ രൂപത്തെ കാണും. അവള് ഇവനെ തന്നെ നോക്കി നിൽക്കുക. ഇത് കണ്ട് അവൻ ഭയന്നു പോകും. പക്ഷെ അതെല്ലാം തന്നെ അവന്റെ ഇലൂഷനാ. അടുത്ത ദിവസം കാലത്ത് മൊട്ടത്തലേനും ഹൈറ്റുള്ള ആ ചെറുക്കനും അവിടെ ആ പെട്രോൾ പമ്പിലിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ ഓടി കിതച്ചു വരുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയതെന്ന് കേൾക്കുമ്പോൾ ഇവൻ വീഡിയോ എടുത്ത ആ ക്യാമറ ഉണ്ടല്ലോ, അതിപ്പോൾ കാണാനില്ല എന്ന് പറയും. ഇത് കേട്ടതും ദേഷ്യം വന്ന മൊട്ടത്തലൻ അവനെ നല്ലവണ്ണം പെരുമാറും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ ക്യാമറ കത്തിച്ച് കളയണമെന്ന്. ഇതെങ്ങാനും ആ പോലീസുകാരൻ അറിഞ്ഞാൽ നമ്മുടെ കഥ അയാൾ തീർക്കും. ഇതോടെ ആകെ ഒരു ടെൻഷനാകും മൂന്നാൾക്കും. ഇപ്പുറത്തെ പോലീസുകാരൻ വളരെ സന്തോഷത്തോടെ വീട്ടിൽ കയറി ചെന്ന് അവന്റെ ഭാര്യയ്ക്ക് ബൊക്കൊക്കെ കൊടുക്കുമ്പോൾ ചേട്ടനൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് അവൾ പറയും. ചെന്ന് നോക്കിയാൽ ആ ക്യാമറയിൽ അവൻ പിടിച്ച വീഡിയോയുടെ കാസറ്റ്. ഇത് കണ്ട് അവന് മൊത്തത്തിൽ പ്രാന്ത് പിടിച്ച് ഉടനടി അവന്മാരിയ്ക്കുന്ന സ്ഥലത്ത് ചെന്ന് ആ കാസറ്റ് നമ്മുടെ വീഡിയോഗ്രാഫറിന്റെ വായിൽ കുത്തി തിരികെ കയറ്റും. എൻ്റെ അടുത്താണോ നിങ്ങളുടെ വേഷം കെട്ട്? ഈ മാറ്റർ എങ്ങാനും പുറത്ത് പറഞ്ഞാൽ മൂന്നിൻ്റെയും കഥ ഞാൻ തീർക്കും. അയ്യോ സാർ, ഇത് ഞങ്ങൾ ചെയ്തല്ല. പിന്നെ ആരടാ ഈ പണി ചെയ്തത്? ഞങ്ങൾക്ക് തോന്നുന്നത് ആ പ്ലംബർ ചെറുക്കനാണെന്നാ. അവനത് ചെയ്യാൻ അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫോഴ്സ് ചെയ്തല്ലേ അവനത് ചെയ്തത്. ഒരു പക്ഷേ അവനായിരിക്കും ഇതിന് പുറകിൽ. എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് അവനെ എൻ്റെ കയ്യിൽ കിട്ടണം. എന്നത്തേതും പോലെ അന്ന് വൈകിട്ട് പോലീസുകാരൻ ഏജന്റിനെയും കൂട്ടി കാട്ടിലേക്ക് വേട്ടയ്ക്കിറങ്ങി. ഇന്നത്തെ ഈ പോക്കിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഏജന്റ് മൂലം അന്നത്തെ ആ സംഭവം പുറംലോകം അറിയാതിരിക്കാൻ അയാളെയും ആ കാട്ടിൽ വെച്ച് പോലീസുകാരൻ തീർക്കും. ഇപ്പുറത്ത് നമ്മുടെ പ്ലംബർ ചെറുക്കൻ ഹീറോയിന്റെ വീടിന്റെ ഫ്രണ്ടിലിരിക്കാം. അതേ നേരം അകത്ത് നിന്ന് ഇവന്റെ പേര് ആരോ വിളിക്കും. ഉടനെ ഇവൻ വീടിനകത്ത് കയറി നോക്കിയാൽ അവിടെ നായിക ഇരിക്കുന്നു. ഇത് കണ്ട് പേടിച്ചവൻ കരയും. കൂടാതെ അവളുടെ അടുത്ത് ചെന്ന് ഒരുപാട് തവണ മാപ്പ് അപേക്ഷിക്കും. എനിക്കറിയാം നീ പാവാണെന്ന് പറഞ്ഞ് അവൻ അവളുടെ മടിയിൽ തല വെച്ച് കിടത്തി തലയിൽ തലോടി ഒരു കയർ അവൻ്റെ കഴുത്തിൽ കുരുക്കി അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകും.
അവിടെ സീൻ കട്ട് ചെയ്താൽ മൂവർ സംഘത്തിലെ വീഡിയോഗ്രാഫർ ചെറുക്കനും മറ്റേ ചെറുക്കനും നമ്മുടെ പ്ലംബർ ചെറുക്കൻ അന്വേഷിച്ച് നടക്കാം. വീഡിയോഗ്രാഫർ ചെറുക്കൻ കുറച്ച് മുൻപിലായിട്ടാണ് നടക്കുന്നത്. അതേസമയം അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നായിക വന്ന് നിൽക്കും. ഇവളെ കണ്ട് അവൻ ആകെ ഷോക്കാകും. നീയപ്പോ ചത്തില്ലേ, നീയാ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ വരുമ്പോൾ അവൾ അവിടെ ഇരുമ്പിന്റെ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലവൻ കാല് വെച്ചതും അവൻ്റെ കാലതിൽ ഇറുകി എല്ല് പൊട്ടും. ആ ഒരു വേദന അവൻ വാ വിട്ട് കരയും. അതേ നേരം ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഇനിയൊരുത്തനില്ലേ, അവൻ ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ഉപയോഗശൂന്യമായ വീട്ടിൽ കയറി അവിടെ മുഴുവൻ തേടും. അവിടെ ബെഡിലും ചുമരിലൊക്കെ രക്തക്കറയുണ്ട്. ഇതിൽ നിന്ന് അവൻ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടില്ല, അവൾ ഇവിടെ ഒക്കെ തന്നെയുണ്ട്. അതേസമയം വീഡിയോഗ്രാഫർ ചെക്കൻ്റെ കരച്ചിൽ ഇവൻ കേൾക്കും. ഉടനെ അവിടേക്ക് അവൻ ചെല്ലും. ഇന്നേരം പുറകിലൂടെ വന്ന ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് ഒറ്റടി. ഇപ്പോൾ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ കണ്ണു തുറന്നു നോക്കിയാൽ ആ പഴയ വീട്ടിലൊരു ബാത്ത് ടബ് ഉണ്ടായിരുന്നു. അതിന് നേരെ മുകളിൽ ഒരു കയറിൽ കെട്ടിപ്പൂട്ടി കിടത്തിരിക്കവനെ. അധികം വൈകാതെ ആ ട്യൂബിലേക്ക് പൈപ്പ് ഓൺ ചെയ്തു വിടും. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ മിഴിച്ചു നിൽക്കവൻ. അപ്പുറത്ത് വീഡിയോഗ്രാഫറിനെ ഒരു മരത്തിൽ കെട്ടിപ്പൂട്ടിയിരുത്തി. ഇപ്പോൾ അവന്റെ കാണാതെ പോയ ക്യാമറ എടുത്ത് അവൾ അവന്റെ വീഡിയോ പിടിച്ച് ആസ്വദിക്കാം. ശേഷം ക്യാമറ ഇവന് ഓപ്പോസിറ്റ് ഓൺ ചെയ്തു വെച്ച് അവളുടെ ബാഗിലുണ്ടായിരുന്ന ചത്തയിലിയെ കൊണ്ടുവന്ന് അവന്റെ വായിൽ കുത്തിക്കയറ്റി കഴിക്കടാ കഴിക്കടാ എന്ന് പറഞ്ഞ് ആക്രോശിക്കും. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ അവൻ ഛർദ്ദിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ്, അവളുടെ ബാഗിൽ നിന്ന് 2 മീൻ പിടിക്കുന്ന ചൂണ്ടയിൽ അത് എടുത്തു കൊണ്ടുവന്ന് അവന്റെ കൺപോളയിൽ കുത്തിയിറക്കി മരത്തിൽ കെട്ടിവെച്ചു. ഇത് കാരണം അവനൊന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അടുത്തത് എന്താണാവോ ചെയ്യാൻ പോകുന്നത്? ഇവന്മാരെ ഇവിടേക്ക് ബൈക്കിലാണ് വന്നത്. കൂട്ടത്തില് ചാക്കിലൊരു മീനും കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. ഇപ്പോൾ അവൾ ആ മീനിനെ 2ആയി മുറിച്ച് അതിന്റെ കുടലും മറ്റും വേസ്റ്റ് എടുത്ത് ഇവന്റെ മുഖത്ത് മസാജ് ചെയ്ത് അവിടുന്ന് വീട്ടിലേക്ക് പോകും. ഇപ്പോൾ ഇവന്റെ മുഖത്തുള്ള മീനിന്റെ വേസ്റ്റ് കഴിക്കാൻ കാക്കകൾ അവന് ചുറ്റും കൂടും. അവ അവന്റെ ദേഹം മുഴുവൻ കൊത്തിപ്പറിക്കും. അതിലൊരു കാക്ക അവന്റെ കണ്ണ് കൊത്തി വലിച്ചെടുക്കും. ഈ കലാപരിപാടികളോടെ അവൻ അങ്ങ് തീരും. അടുത്തത് അകത്തുള്ളവന്റെ കാര്യം. ആ ട്യൂബ് മുഴുവൻ വെള്ളം നിറഞ്ഞു. ഇന്നേരം അകത്തേക്ക് വന്ന ഹീറോയിൻ അവന്റെ കാല് നോക്കി 4 കൊടുക്കും. നിന്നോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ എന്നെ വിടുന്ന്, നീയൊക്കെ അത് കേട്ടോന്ന് ചോദിച്ച് അവന്റെ മുഖം ആ അഴുക്ക് വെള്ളത്തിൽ മുക്കിയെടുക്കും. തീർന്നില്ല, ആസിഡിന്റെ പവറുള്ള ഒരു പൗഡർ കൊണ്ടുവന്ന് ആ വെള്ളത്തിൽ കലക്കി ഇപ്പോൾ ട്യൂബിലെ വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങി. ഇതെല്ലാം കണ്ട് അവൻ കരയാനും തുടങ്ങി. അവന്റെ നെഞ്ചിന് താഴെ 2 പലക സപ്പോർട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റിയതും അവൻ പതിയെ വന്ന് ഈ ട്യൂബിൽ മുഖം കുത്തി വീഴും. ഇപ്പം മുഖമെല്ലാം വെന്തുരുക്കിപ്പോയി. കൂടാതെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ എല്ലാം പണി തീരും. ഇതോടെ അവനും തീരും. ഇവൻ എന്തിനാ ഈ ശിക്ഷ കൊടുത്തെന്ന് വെച്ചാൽ ഇവൻ നമ്മുടെ നാഗയെ അവിടെ കാട്ടിലുണ്ടായിരുന്ന അഴുക്ക് വെള്ളത്തിൽ തല മുക്കിയെടുക്കും. അതിനുള്ള പകരം വീട്ടല ഇത്. നെക്സ്റ്റ് മൊട്ടയാ. ഇപ്പോൾ അവൻ പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോൾ ഒരു ലേഡി പെട്രോൾ അടിക്കാൻ വരും. അവളെ കണ്ടതും അവൻ വളരെ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് വരും. അവിടെ ചെന്ന് അവൻ നിന്നതും അവൾ തിരിഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ വടി വെച്ച് ഒറ്റയടി. ഇതോടെ അവന്റെ ബോധം പോകും. അതിനുശേഷം മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ കാണുന്നത് അവൾ അവന്റെ വസ്ത്രമെല്ലാം ഊരി കൈക്കാലെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുക. ഇപ്പൊ കട്ടിംഗ് പ്ലയർ എടുത്തു കൊണ്ടുവന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് അവന്റെ പല്ലുകൾ പറിച്ചെടുക്കും. ശേഷം വലിയൊരു കത്രിക കൊണ്ടുവന്ന് അവന് ഏറ്റവും വേണ്ടപ്പെട്ട ഭാഗം തുണ്ടായിട്ട് മുറിച്ചെടുക്കും. വേദന കൊണ്ട് അവൻ ഒച്ചത്തിൽ കരയും. എന്തിനാ ഇങ്ങനൊരു ശിക്ഷ ഇവന് കൊടുത്തെന്ന് വെച്ചാൽ ഇവൻ അന്ന് നമ്മുടെ ഹീറോയിന്റെ ദേഹത്ത് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ രക്തം വാർന്നൊലിച്ച് അവൻ മരിക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ പോലീസുകാരൻ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുക. അതേ നേരം വീട്ടിൽ നിന്ന് മകൾ കോൾ ചെയ്യും. അപ്പ എനിക്ക് പുതിയ ട്യൂഷൻ ടീച്ചർ റെഡി ആയിട്ടുണ്ട്, അപ്പ സംസാരിക്കുന്ന പറഞ്ഞ് ടീച്ചറിന്റെ കയ്യിൽ ഫോൺ കൊടുക്കും. ആദ്യം അവന് മനസ്സിലാകില്ല. പിന്നീട് അവളുടെ പേര് പറയുമ്പോൾ അവന് കാര്യം പിടികിട്ടും. ഉടനടി തിരിച്ച് അവൻ വീട്ടിലേക്ക് പാഞ്ഞു വരും. വീട്ടിലെത്തിയ പാടെ ഭാര്യയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ട്യൂഷൻ ടീച്ചറിന്റെ കൂടെ മകൾ പുറത്തേക്ക് പോയെന്ന് പറയും. ഇത് കേട്ട പാടെ അവൻ കാറെടുത്ത് കാടിന്റെ അവിടേക്ക് ചെല്ലും. അവിടെ ചെന്ന മകളുടെ പേരും പറഞ്ഞ് കുറേ വിളിക്കും. പക്ഷെ ആരും വിളി കേൾക്കില്ല. തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറിയ പോലീസുകാരനെ ബാക്ക് സീറ്റിലിരിക്കുന്ന നമ്മുടെ നായിക ഒറ്റയടിക്ക് ബോധം കെടുത്തും. അവിടുന്ന് അവൾ അവനെ കൊണ്ടുപോയത് അവന്മാരുടെ കഥ തീർത്ത അതേ പഴയ വീട്ടിലേക്കാണ്. അവിടെ പോലീസുകാരന്റെ പാൻറ് എല്ലാം ഊരി ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ ഗണ്ണ് അവന്റെ പുറകിൽ കുത്തി തിരികെ വെക്കും. ഇവൻ വേദന കൊണ്ട് കരയും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തായിരിക്കും ഈ ശിക്ഷ ഇവന് വേണ്ടി ഹീറോയിൻ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന്. ഗണ്ണ് വെച്ച ഹീറോയിൻ അവന്റെ അവിടേക്ക് ഫോഴ്സിൽ കുത്തും. 1 2 ഒരുപാട് പ്രാവശ്യം. വേദന കൊണ്ട് അവൻ അവളോട് ക്ഷമ ചോദിക്കും. പക്ഷെ അതൊന്നും അവള് മൈൻഡ് ചെയ്യില്ല. ശേഷം അവന്റെ ബാക്കിൽ കുത്തി കയറ്റി വെച്ചിരിക്കുന്ന ഗണ്ണിന്റെ ട്രിഗറിൽ ഒരു നൂല് കെട്ടി അത് അങ്ങനെ കൊണ്ടുവന്ന് പോലീസുകാരന്റെ ഓപ്പോസിറ്റിൽ ചാക്ക് കൊണ്ട് മൂടി ഒരുത്തിന് വെച്ചിട്ടുണ്ട്. ആരാണെന്ന് നോക്കിയാൽ പ്ലംബർ ചെറുക്കൻ. അവന്റെ കഥ അവൾ ഇതുവരെ തീർത്തിട്ടില്ല. ആ നൂല് ഇവന്റെ കയ്യിൽ കെട്ടിവെക്കും. എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാല്
പ്ലംബർ ചെറുക്കൻ ലൈറ്റായിട്ട് ഇവന്റെ കൈ മൂവ് ചെയ്താൽ വെടി പൊട്ടി സ്റ്റോറി അങ്ങ് ഫിനിഷ് ആകും. ഇപ്പൊ മയക്കത്തിൽ നിന്നിട്ട ചെറുക്കൻ അവന്റെ കൈ അനക്കിലും വെടി പൊട്ടി പോലീസുകാരന്റെ വാ വഴി ആ ബുള്ളറ്റ് നേരെ ഇവന്റെ ശരീരത്തിൽ കൊള്ളും. അങ്ങനെ രണ്ടിന്റെയും കഥ തീരും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ടാളും ഒരേ സമയം ചാകും. നമ്മുടെ ഹീറോയിൻ അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തവന്മാരെ അതേ നാണയത്തിൽ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ശിക്ഷ കൊടുത്ത് അവന്മാരെ പരലോകത്തേക്ക് അയക്കും. ഇതോടെ ഈ സിനിമ അവിടെ അവസാനിക്കും. ബായ്.